ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഒരു യൂണിഫോം കോട്ട്, പെൺകുട്ടികളുടെ യൂണിഫോം കോട്ട് കട്ട് ചെയ്യുന്ന വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ഒരു കോട്ട് കട്ട് ചെയ്യുവാൻ വേണ്ടി നമ്മളൊരു 3/4 മീറ്റർ തുണി കണ്ടോ, 75 സെൻറ്റിമീറ്റർ തുണിയാണ് നമ്മൾ ഈ ഒരു കോട്ട് കട്ട് ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ തുണിയെ നമ്മൾ രണ്ട് ഭാഗത്തുള്ള കരവശങ്ങളെയും ചേർത്ത് വെച്ചുകൊണ്ട് ഇതുപോലെ നേരെ പകുതിയായി ഇതുപോലെ മടക്കിയെടുക്കുക. നേരെ പകുതിയായി ഇതുപോലെ മടക്കിയെടുക്കുന്നു. രണ്ട് ഭാഗത്തുള്ള കരവശങ്ങളെയും ചേർത്ത് വെച്ചുകൊണ്ട് ഇതുപോലെ മടക്കിയെടുക്കുന്നു. ഇനി നമ്മൾ ഇവിടെ നേരെ ഒരു ലൈൻ കൊടുക്കുകയാണ്. അവിടെ നിന്ന് നമ്മളൊരു 3/4 ഇഞ്ച് വീതിയിൽ നമ്മൾ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു കേട്ടോ, 3/4 ഇഞ്ച്. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു കരവശം വിട്ടതിന് ശേഷം നമ്മളൊരു 1.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു കണ്ടോ. കരവശം വിട്ടതിന് ശേഷം ഇവിടെ 1.5 ഇഞ്ചിൽ ഒരു മാർക്കിംഗ് കൊടുത്ത് ഇതുപോലെ ലൈൻ കൊടുക്കുന്നു. ഇനി നമ്മുടെ ലെങ്ത്ത് വരുന്നത് 22 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് കൂട്ടി 22.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. രണ്ടാമത് വരഞ്ഞിട്ടുള്ള മുകളിൽ വരച്ചിട്ടുള്ള ആ ഒരു മാർക്കിൽ നിന്നാണ് 1/2 ഇഞ്ച് കൂട്ടി മാർക്ക് ചെയ്യുന്നത്. ഇനി നമ്മൾ ആം ഹോളിന് വേണ്ടി നമ്മൾ ഇവിടെ നിന്ന് ഒരു 7 ഇഞ്ച് ഇറക്കം കൊടുക്കുന്നു കേട്ടോ. 7 ഇഞ്ചിൽ ഇതുപോലെ മാർക്ക് ചെയ്യുന്നു. ഇനി നമ്മുടെ ഷോൾഡർ ഷേപ്പിന് വേണ്ടി നമ്മൾ ഇവിടെ നിന്ന് 1.5 ഇഞ്ചിൽ നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുക. 1.5 ഇഞ്ച് ഷോൾഡർ ഷേപ്പ് ചെയ്യാൻ വേണ്ടിയാണ് 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. ഇനി നമ്മുടെ ഈ ഒരു കോട്ടിൻ്റെ നമ്മുടെ ഷോൾഡർ വരുന്നത് 13.5 ഇഞ്ചാണ്. അപ്പോൾ നേർപകുതി 6.75, കറക്റ്റ് 6.75 മാർക്ക് ചെയ്യുന്നു. ഇവിടെ 6.75 നിന്ന് ഒരു 1/2 ഇഞ്ച് കുറച്ചുകൊണ്ട് മാർക്ക് ചെയ്യുന്നു. ഇനി നമ്മുടെ കഴുത്തിൻ്റെ വൈഡ് നമ്മൾ 2.25 ഇഞ്ച് കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് കണ്ടോ, ഇവിടെ നിന്ന് നെക്കിൻ്റെ ഷേപ്പിന് വേണ്ടി ഇതുപോലെ ഷേപ്പ് ചെയ്ത് വരുന്നു. നമ്മൾ മുകളിൽ നിന്ന് ഒരു 2.25 ഇഞ്ച് കണ്ടോ, ഇവിടെ നിന്നാണ് നമ്മുടെ ഇതൊരു ഷേപ്പ് തുടങ്ങുന്നത്. ഇനി നമ്മുടെ ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്യാണ്. നമ്മുടെ ചെസ്റ്റ് അളവ് 30 ഇഞ്ചാണ് ഈ ഒരു കോട്ടിൻ്റെ ചെസ്റ്റ് അളവ് വരുന്നത്. ഇതിന് നമ്മൾ 30 ഇഞ്ചിന് നമ്മളിവിടെ 9 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു കേട്ടോ. ഇവിടെ 9 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. ഒരു ഇഞ്ച് നമ്മൾ എക്സ്ട്രാ തുന്നത്തുണി കൊടുക്കുന്നു. കോട്ടിന് എപ്പോഴും നമുക്ക് 1 ഇഞ്ചൊക്കെ കൊടുക്കുന്നത് നല്ലതായിരിക്കും. 1 ഇഞ്ചാണ് നമ്മളിവിടെ എക്സ്ട്രാ തുന്നത്തുണി കൊടുക്കുന്നത്. ഇനി നമ്മൾ ബോഡി ഷേപ്പ് ഇവിടെ നമുക്കൊരു 1/2 ഇഞ്ച് കുറച്ച് 8.5 ഇഞ്ചാണ് നമ്മളിവിടെ ലൂസ് കൊടുക്കുന്നത്. ഈ ഒരു 8.5 ഇഞ്ചിൻ്റെ കൂടെ നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യുന്നത് നമ്മൾ 9 ഇഞ്ചിലാണ്. 8.5 ഇഞ്ചിന് നമ്മളിവിടെ 9 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. കാരണം നമുക്കിവിടെ ഒരു സെൻറ്ററിൽ ഒരു ഡാർട്സ് തയ്ക്കുന്നുണ്ട്. അത് ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ നമ്മൾ കാണിച്ചു തരാം. അപ്പോൾ ആ ഒരു ഡാർട്സ് തയ്ക്കുമ്പോൾ 1/2 ഇഞ്ച് കറക്റ്റായി വരും. അപ്പോൾ നമുക്കവിടെ അതിനു ശേഷം 1 ഇഞ്ച് കൂടി എക്സ്ട്രാ തുന്നത്തുണി കൊടുക്കുന്നു. ഇനി നമുക്ക് ഇവിടെ കൊടുക്കുന്നത് നമ്മൾ 9.5 ഇഞ്ചാണ്. നമുക്കിവിടെ ഓപ്പൺ ഉണ്ടെങ്കിൽ നമുക്ക് അല്പം മുകളിൽ ഒരു 3 ഇഞ്ച് മുകളിലൊക്കെ ഓപ്പൺ കൊടുക്കാവുന്നതാണ്. എന്നാൽ നമ്മൾ ഇതിന് ഓപ്പൺ കൊടുക്കുന്നില്ല. നമ്മളിവിടെ 9.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. പ്ലസ് 1 ഇഞ്ച് നമ്മളിവിടെ തുന്നത്തുണി മാർക്ക് ചെയ്ത് ഇവിടെ നിന്നുണ്ടോ നമുക്ക് അല്പം ഇതുപോലെ ഷേപ്പ് ചെയ്തുകൊണ്ടാണ് വരയുന്നത്. ബാക്കി ഈ ഒരു കോട്ടിൻ്റെ ബോഡി ഷേപ്പ് നമ്മൾ തയ്ക്കുന്ന ഡാർട്സിൽ കൂടിയാണ് നമ്മൾ കറക്റ്റ് ചെയ്ത് ഷേപ്പ് ചെയ്തെടുക്കുന്നത്. നമ്മൾ ഇതുപോലെ ഈ ഒരു മാർക്കുകളെയൊക്കെ ടച്ച് ചെയ്തുകൊണ്ട് ഇതുപോലെ വരയുന്നു കേട്ടോ. ഇതുപോലെ വരയുന്നു. ഇവിടെ നമ്മൾ ഇതുപോലെ കേട്ടോ നമ്മുടെ ഷോൾഡറിന് ഷേപ്പ് കൊടുക്കുന്നു. ഇനി നമ്മൾ ഇവിടെ നിന്ന് മുകളിൽ നിന്ന് ഒരു 9.5 ഇഞ്ച് കേട്ടോ, ഇവിടെ നിന്ന് ഒരു 9.5 ഇഞ്ച് നമ്മളൊരു മാർക്ക് ചെയ്ത് നമ്മളിവിടെ ഡാർട്സ് തയ്ച്ചെടുക്കുന്നു. ഡാർട്സിൻ്റെ ഇറക്കം നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ 4 ഇഞ്ച് കേട്ടോ, നമ്മളിവിടെ നിന്ന് 4 ഇഞ്ച് മാർക്ക് ചെയ്ത് നമുക്കിവിടെ ഒരു ഡാർട്സ് തയ്ക്കുന്നുണ്ട്. നമ്മളതെങ്ങനെയാണ് തയ്ക്കുന്നത് എന്നൊക്കെ നമ്മൾ സ്റ്റിച്ചിങ് വീഡിയോ നമ്മൾ കാണിച്ചു തരാം. നമുക്ക് ഡാർട്സിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഒരു 4 ഇഞ്ച് വീതി വരുന്ന രീതിയിലാണ് നമ്മൾ ഡാർട്സ് തയ്ക്കുന്നത്. ആ ഒരു 4 ഇഞ്ച് നമ്മൾ ഡാർട്സ് വീതിയിൽ തയ്ച്ചാൽ നമുക്ക് സെൻറ്റർ ഭാഗത്ത് നമ്മുടെ ഷേപ്പ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. ഇതുപോലെയാണ് നമ്മൾ മറിക്കുന്നത്. ഈ ഒരു ഡാർട്സ് തയ്ച്ചാലാണ് നമുക്ക് ഇവിടെയുള്ള അളവ് കറക്റ്റായിട്ട് കിട്ടുന്നത്. ഇനി നമ്മളിവിടെ ഫ്രണ്ട് ഭാഗത്ത് നമുക്ക് നമ്മുടെ ഷേപ്പ് കേട്ടോ, ഇവിടെ നമ്മുടെ നെക്കൊക്കെ തയ്ക്കുന്ന സമയത്തുള്ള ഷേപ്പിന് വേണ്ടി നമ്മൾ ഇവിടെ നിന്ന് 1 ഇഞ്ച് പുറത്തേക്ക് മാർക്ക് ചെയ്ത് കേട്ടോ, 1 ഇഞ്ച് പുറത്തേക്ക് മാർക്ക് ചെയ്ത് ഇവിടെ നിന്ന് ഇതുപോലെ ഷേപ്പ് ചെയ്തുകൊണ്ട് കേട്ടോ, ഇതുപോലെ ഷേപ്പ് ചെയ്തുകൊണ്ട് ഇങ്ങനെ വരയുന്നു കേട്ടോ, ഇതുപോലെ വരുന്നു. ഇനി നമ്മൾ ഇതിൻ്റെ ഫ്രണ്ടിൽ ബോട്ടം ഭാഗത്ത് നമ്മളിവിടെ റൗണ്ടിലാണ് നമ്മൾ തയ്ച്ചെടുക്കുന്നത്.
അതിനു വേണ്ടി നമ്മൾ ഇവിടെ നിന്ന് ഇതുപോലെ റൗണ്ട് ചെയ്തെടുക്കുന്നു. കണ്ടോ, ഇതുപോലെ റൗണ്ട് ചെയ്തെടുക്കുന്നു. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഈ ഒരു മാർക്കിൽ കൂടി കട്ട് ചെയ്യുന്നു. ഇവിടെ നമ്മൾ ഒരു 1/4 ഇഞ്ച്, കണ്ടോ, ആ ഒരു മാർക്കിന് ശേഷം ഒരു 1/4 ഇഞ്ച് തുന്നത്തുണി കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഇതിൽ കൂടി കട്ട് ചെയ്തെടുക്കുന്നത്. കണ്ടോ, ഒരു 1/4 ഇഞ്ച് തുന്നത്തുണി അവിടെ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് ഭാഗത്ത്. നമുക്കത് ഉള്ളിലേക്കുള്ള പീസ് തയ്ച്ചെടുക്കാൻ വേണ്ടിയുള്ള തുന്നത്തുണിക്കാണത്. നമ്മൾ ഈ ഒരു മാർക്കിൽ കൂടി ഇതുപോലെ കറക്റ്റ് കട്ട് ചെയ്തെടുക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഉണ്ടോ, അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പീസ് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്തെടുക്കുകയാണ്. ഉണ്ടോ, ഇതുപോലെ റൗണ്ട് ചെയ്തു. അപ്പോൾ നമ്മുടെ ഈ ഒരു ടക്ക് നമ്മൾ ഇവിടെ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു. അതുപോലെ നമ്മുടെ ഇവിടെ സെൻറ്ററിൽ വരുന്ന ഡാർട്സ് നമുക്ക് 2 ഭാഗത്തും കറക്റ്റായി കിട്ടുവാൻ വേണ്ടി നമ്മൾ ഈ ഒരു ഡാർട്സിന് ഈ ഒരു തുണിയെ ഇതുപോലെ പിടിച്ച്, കണ്ടോ, നമ്മുടെ രണ്ടാമത്തെ തുണിയുടെ ഉൾവശത്തേക്ക്, കണ്ടോ, ഇതുപോലെ വെക്കുക. ഇതുപോലെ വെച്ചതിന് ശേഷം നമ്മളൊന്ന് ഇതുപോലെ ഒന്ന് തട്ടിക്കൊടുത്താൽ, കണ്ടോ, നമുക്ക് രണ്ടാമത്തെ സൈഡിൽ കറക്റ്റ് ഭാഗത്ത് നമുക്ക് ഈ ഒരു ഡാർട്സിനുള്ള മാർക്കൊക്കെ കിട്ടും. അപ്പോൾ തയ്ക്കുന്ന സമയത്ത് നമുക്ക് എളുപ്പത്തിൽ തയ്ച്ചെടുക്കാൻ കഴിയും. കണ്ടോ, എന്നിട്ട് നമ്മൾ അവിടെ ഒരു മാർക്കിംഗ് കൊടുക്കുകയാണ്. അതേ അളവിലുള്ള ഒരു മാർക്കിംഗ് കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പീസ് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്ക് പീസാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇതുപോലെ നമ്മുടെ തുണിയുടെ ബാക്കി വരുന്ന സൈഡ് വശത്ത് നമ്മൾ മടക്കി ഫോൾഡ് ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് ആവശ്യമുള്ള തുണി മടക്കി വെച്ച് ഇതുപോലെ നമ്മുടെ കട്ട് ചെയ്ത് വെച്ച ഫ്രണ്ട് പീസിന് ഇതുപോലെ വെക്കും. ഇവിടെ കണ്ടോ, നമ്മൾ ആദ്യം കൊടുത്തിട്ടുള്ള ആ ഒരു ലൈൻ കണ്ടോ, ആ ഒരു ലൈനിൽ നിന്ന് നമുക്കൊരു 3/4 ഇഞ്ച് കുറച്ചിട്ടാണ് നമ്മുടെ ബാക്ക് പീസ് വെക്കുന്നത്. കണ്ടോ, അത് എല്ലാ സ്ഥലത്തും ഒന്ന് കറക്റ്റ് ചെയ്ത് വെക്കുക. നമ്മുടെ ഫ്രണ്ട് പീസിനേക്കാൾ 3/4 ഇഞ്ച് കുറച്ചിട്ട്, കണ്ടോ, ഇതുപോലെ വെക്കുന്നു. ഇവിടെ നമ്മൾ നേരെ ഒരു ലൈൻ കൊടുക്കുന്നു. കണ്ടോ, ഇതുപോലെ ലൈൻ കൊടുക്കുന്നു. ഇനി നമ്മളിവിടെ നമ്മുടെ ഷോൾഡർ 13.5 ഇഞ്ചാണ്. അപ്പോൾ നേർപകുതി 6.75, അതിൻ്റെ കൂടെ ഒരു 1/4 ഇഞ്ച് കൂട്ടി 7 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു. 7 ഇഞ്ച്. ഇനി നമ്മൾ ഇവിടെ മുകളിലേക്ക് 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇവിടെ നിന്ന് 2.5 ഇഞ്ച്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് നമ്മുടെ ഈ ഒരു മാർക്കിൽ നിന്ന് നമ്മൾ 4 ഇഞ്ച്, കണ്ടോ, ഈ ഒരു മാർക്കിൽ നിന്ന് 4 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ ഒരു 1.25 ഇഞ്ച് ഇറക്കി ഒരു മാർക്കിംഗ് കൂടി കൊടുക്കുന്നു. ഇനി അതുപോലെ നമ്മുടെ ഫ്രണ്ട് ഭാഗത്ത് നമ്മൾ 2.25 ഇഞ്ചാണ് നമ്മുടെ നെക്കിൻ്റെ വൈഡിന് വേണ്ടി കൊടുത്തത്. ഇവിടെ നമ്മളത് 2.5 ഇഞ്ച് കൊടുക്കുന്നു. കണ്ടോ, 2.5 ഇഞ്ച്. ഇനി നമ്മൾ ഇവിടെ നമ്മുടെ ഷോൾഡറിനെ നേർപകുതിയുടെ കൂടെ 1/2 ഇഞ്ച് കൂട്ടി മാർക്ക് ചെയ്യുന്നു. 13.5, അപ്പോൾ നേർപകുതി 6.75, അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് കൂട്ടി 7.25 ഇഞ്ചാണ് നമ്മൾ അവിടെ മാർക്ക് ചെയ്തത്. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കുന്നു. ഇവിടെ കണ്ടോ, ഇതുപോലെ മാർക്ക് ചെയ്യുന്നു. ഈ ഒരു മാർക്കിൽ കൂടി ഇതുപോലെ മാർക്ക് ചെയ്ത് ഇവിടെ നമ്മൾ ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കുന്നു. കണ്ടോ, ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കുന്നു. ഇനി നമ്മൾ ഇവിടെ നേരെ ലൈൻ കൊടുത്ത് ഈ ഒരു ബോട്ടം ഭാഗത്ത് നമ്മൾ ഇതുപോലെ, കണ്ടോ, ഈ ഒരു മാർക്കിൽ കൂടി കറക്റ്റ് കട്ട് ചെയ്തെടുക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തും, കണ്ടോ, നമ്മൾ ആ ഒരു മാർക്കിൽ കൂടി തന്നെ കറക്റ്റ് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതുപോലെ കട്ട് ചെയ്തെടുക്കും. അപ്പോൾ നമ്മുടെ ബാക്ക് പീസ് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുന്നു. ഇനി നമുക്ക് അതുപോലെ തന്നെ നമ്മുടെ ബാക്ക് പീസിന് നമ്മൾ ഡാർട്സ് തയ്ക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മുകളിൽ നിന്ന് ഒരു 11 ഇഞ്ച് ഇറക്കി മാർക്ക് ചെയ്ത് ഇവിടെ നിന്നൊരു 4 ഇഞ്ച്, കണ്ടോ, 4 ഇഞ്ച് മാർക്ക് ചെയ്ത് നമ്മൾ ഇവിടെയും ബാക്ക് പീസിൽ നമ്മളൊരു ഡാർട്സ് തയ്ക്കുന്നു. ഈ ഒരു ഡാർട്സ് ഉണ്ടെങ്കിൽ മാത്രമേ നല്ല വൃത്തിയോടുകൂടി ബോഡി ഷേപ്പിൽ വന്ന് നിൽക്കുകയുള്ളൂ. കണ്ടോ, ബോഡി ഷേപ്പിൽ കിട്ടുവാൻ ഇതുപോലെ ചെയ്യുക. ഇനി നമ്മൾ ഇതുപോലെ നേരെ നിവർത്തി ഇതുപോലെ രണ്ടാമത്തെ ഭാഗത്തേക്കും ഇതുപോലെ വെച്ചാൽ നമുക്ക് ഇവിടെയും നമുക്ക് ആ ഒരു ഡാർട്സ് തയ്ക്കാനുള്ള, കണ്ടോ, ആ ഒരു ചോക്ക് മാർക്കിങ് നമുക്ക് കറക്റ്റ് കിട്ടും. നമുക്ക് കറക്റ്റ് അളവിൽ നമുക്കത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയും. ഇനി നമുക്ക് ഫ്രണ്ട് ഭാഗത്ത് നമുക്ക് ഉള്ളിലേക്ക് നമ്മുടെ ഹോൾസൊക്കെ വരുന്ന ഭാഗത്ത് നമുക്ക് ഉള്ളിലേക്കുള്ള തുണിക്ക് വേണ്ടി ഇവിടെ നമ്മളൊരു പീസ് കറക്റ്റ് കട്ട് ചെയ്തെടുക്കുകയാണ്. നമുക്കിത് അല്പം തുണി കുറവാണ്. നമ്മൾ 3/4 മീറ്റർ തുണിയിലാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അല്പം തുണി കുറവാണ്.
ഇനി നമ്മൾ ഇതുപോലെ ഈ ഒരു മാർക്കിന് കറക്റ്റ് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ആ ഒരു അളവിൽ കൂടി കണ്ടോ ഈ ഒരു പീസിന് വേണ്ടി നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു. കണ്ടോ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു. ഇവിടെ നമ്മളൊരു മാർക്കിംഗ് കൊടുക്കണ്ടോ ഷോൾഡറിന് ശേഷം ഇതുപോലൊരു മാർക്കിംഗ് കൊടുത്ത് ഇവിടെ നമ്മുടെ ബോട്ടം ഭാഗത്തേക്ക് നമ്മൾ ഇതുപോലെ കണ്ടോ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു. ഈ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നു. ഈ ഒരു പീസാണ് നമുക്ക് ഫ്രണ്ട് ഭാഗത്ത് നമ്മൾ തയ്ച്ചെടുക്കേണ്ടത്. ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു. ഇനി നമുക്ക് ഈ ഒരു സൈഡ് നമുക്ക് ഓവർലോക്ക് ചെയ്യാം. നമുക്ക് കരവശമുള്ളതാണെങ്കിൽ നമുക്ക് അങ്ങനെയും കട്ട് ചെയ്യാം. തുണി കുറവായതുകൊണ്ടാണ് ഇതുപോലെ കട്ട് ചെയ്തത്. ഇനി നമ്മൾ നെക്ക് കട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ക്യാൻവാസിനെ നേർപകുതിയായി മടക്കിയെടുത്ത് നമ്മുടെ നെക്ക് 13 ഇഞ്ചാണ്. അപ്പോൾ നേർപകുതി 6.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യുക. അപ്പോൾ നമ്മളിതൊരു കണ്ടോ ഇതിൻ്റെ സ്കെച്ച് നമ്മളൊരു കട്ട് ചെയ്ത് വെച്ചതാണ്. ഈ ഒരു സ്കെച്ച് വെച്ച് മാർക്ക് ചെയ്യുന്നു. കണ്ടോ ഇതുപോലെ മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഇതുപോലെ കണ്ടോ ഇതുപോലെ നമ്മൾ പേപ്പർ ക്യാൻവാസാണ് എടുക്കുന്നത്. കണ്ടോ ഇതുപോലെ കറക്റ്റ് കോളറിൻ്റെ അളവിൽ മാത്രമാണ് കറക്റ്റ് കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മൾ ഇവിടെ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു. ഇത് നമ്മൾ ഫിറ്റ് ചെയ്യുന്ന ഭാഗമാണ്. നമ്മൾ ഈ ഒരു ക്യാൻവാസിന് ഇതുപോലെയാണ് ഒട്ടിച്ചെടുക്കേണ്ടത്. കണ്ടോ ഇതുപോലെ വെച്ച് നമ്മൾ ഒട്ടിച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കട്ടിംഗ് വീഡിയോ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ സ്റ്റിച്ചിങ് നമ്മൾ കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോ